എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യലാണ്. നമ്മൾ പാരൻസിന് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതെന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ, നമ്മൾ പാരൻസ് നമ്മുടെ കുട്ടികളുടെ കുട്ടികളാക്കുക. കുട്ടികളുടെ കുട്ടികളോ? അതെന്താണ്? സിമ്പിളാണ്. കുട്ടികളുടെ കുട്ടികളാവാം. നമുക്കും അതൊരുപാട് സന്തോഷം തരും, നമ്മുടെ കുട്ടികൾക്കും ഒരുപാട് സന്തോഷം തരും. നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മളും കുട്ടികളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ പാരൻസ് ഒരു മസിൽ പിടുത്തമൊന്നുമില്ലാതെ, ജഡ്ജ്മെന്റ് ഒന്നുമില്ലാതെ, ഒരു അഡ്വൈസും ചെയ്യാതെ ചിരിച്ച് ഫ്രീ ആയി റിലാക്സ് ആയി നമ്മളുടെ കുട്ടികളുടെ കൂടെ കുട്ടികളെ പോലെ ചെലവഴിക്കുക. നല്ലൊരു സമയം ചെലവഴിക്കുക. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുന്ന സമയത്ത് നമ്മളും അവരുടെ കൂടെ പോയിരിക്കുക. അവിടെ കമൻ്റ് ഒന്നും പറയണ്ട, ഒരു കമൻസും വേണ്ട, ഒരു ജഡ്ജ്മെൻറ്റും വേണ്ട. ജസ്റ്റ് നമ്മളങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. കുട്ടികൾ അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുമ്പോൾ നമ്മളും അതിനെക്കുറിച്ച് എന്തെങ്കിലും നല്ല പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം പറയുക. അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ഹോട്ടലിലേക്കോ കടയിലേക്കോ ഐസ്ക്രീം കടയിലേക്കൊക്കെ ഒന്ന് പോവാം. അവരുടെ കൂടെ സന്തോഷത്തോടെ റിലാക്സായി മറ്റേത് കാര്യങ്ങളും, പഠിത്തത്തിൻ്റെ കാര്യമോ ഫ്യൂച്ചറിൻ്റെ കാര്യമോ ഒന്നും ഡിസ്കഷൻ ചെയ്യാതെ ആ നിമിഷത്തിൽ ആ എൻജോയ്മെൻറ്റ് അത് അനുഭവിക്കുക. സിമ്പിളായിരുന്നാൽ മതി. നമ്മുടെ ജഡ്ജ്മെൻറ്റോ നമ്മുടെ അഭിപ്രായങ്ങളോ അഡ്വൈസ് ഒന്നും ആ സമയത്ത് വേണ്ട. ചില ദിവസങ്ങളിൽ അത് അവരുടെ കൂടെ സിനിമ കാണുന്നതാവാം, അവർക്ക് ഇഷ്ടപ്പെട്ട TV ചാനൽ കാണുന്നതാവാം. ചില ദിവസങ്ങളിൽ അവരുടെ കൂടെ ഒരു വാക്കിംഗ് പോയിട്ട് മെല്ലെ അടുത്തുള്ള കടയിൽ പോയി നമുക്കൊന്നൊരു ജ്യൂസ് കുടിക്കാം, അല്ലെങ്കിൽ നമുക്കൊന്നൊരു ഐസ്ക്രീം കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിന്നൊരു ദോശ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ അങ്ങോട്ട് ഒഴുകി നടക്കുക. നമ്മളവിടെ ആ സമയത്ത് അവരുടെ പാരൻ്റായിരിക്കണ്ട, നമ്മൾ ആ സമയത്ത് നല്ലൊരു കൂട്ടുകാരായിരിക്കാം. അവരെന്താണോ പറയുന്നത് ഓക്കെ അങ്ങനെ സന്തോഷത്തോടെ വളരെ സിമ്പിളായിട്ട് എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ട് റിലാക്സ് ആയിട്ട് ഒരു പ്രശ്നങ്ങളും അവിടെ ഇല്ല. അങ്ങനെ അവരുടെ ഒരു ഫ്രണ്ടിനെ പോലെ കൂട്ടുകാരെ പോലെ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ഉറപ്പായിട്ടും അവരുടെ ഹൃദയത്തിൽ നിന്നായിരിക്കും പിന്നീട് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അവരൊരുപാട് കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കും. അവർക്ക് തന്നെ തോന്നും നമ്മുടെ അമ്മ നമ്മുടെ അച്ഛൻ നമുക്ക് എന്തും തുറന്നു പറയാം, നമ്മുടെ അച്ഛനോടും അമ്മയോടും നമുക്ക് എന്തും തുറന്നു പറയാമെന്ന് അവർക്ക് തന്നെ തോന്നും. മാത്രമല്ല അവരെ നമ്മളെ മനസ്സിലാക്കുന്നത് മാത്രമല്ല, നമ്മളോട് കാര്യങ്ങൾ തുറന്നു പറയുന്നത് മാത്രമല്ല, നമുക്ക് നമ്മുടെ മക്കളെ കൂടുതൽ മനസ്സിലാക്കാൻ ഇത് വളരെ സഹായിക്കും. നമുക്കും ഒരുപാട് സന്തോഷം കിട്ടും. നമ്മുടെ കുട്ടികളുടെ കൂടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കും ഒരുപാട് സന്തോഷം കിട്ടും. കുട്ടികളുടെ കൂടെ ഇരുന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ കാണുക, അതുപോലെ തന്നെ അവരുടെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ട കടകളിലേക്ക് പോയി ഐസ്ക്രീം കഴിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് യാത്ര പോവുക. ചെറിയ ചെറിയ ട്രിപ്പ് മതി. അവർക്ക് നന്നായിട്ട് പരിചയമുള്ള സ്ഥലത്ത് നമ്മളൊരു യാത്ര പോവുക. അവരാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന പോലെയുള്ള ഒരു യാത്രയായിരിക്കണം. അല്ലാതെ നമ്മളല്ല അവരെ കൊണ്ടുപോകുന്നത്. അവരുടെ കൂടെ അവരുടെ കുട്ടികളായിട്ട് നമ്മളൊരു യാത്ര പോവുക. നല്ല രസമായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ പാരൻസ് എന്നെ ഒരുപാട് യാത്രകൾ കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട് യാത്രകൾ പോകുന്ന സമയത്ത്. അവർക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. പാരൻസിന് യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് ഞാൻ എന്താണ് സമ്മാനം കൊടുക്കുക എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് നമ്പർ 1 ആയിട്ട് ഫസ്റ്റായിട്ട് വരുന്നത് ഏതെങ്കിലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും. കാരണം അവർക്കത് അത്രയും വലിയ സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവരെ യാത്ര കൊണ്ടുപോകുമ്പോൾ ശരിക്കും അവർ കുട്ടികളായി മാറാറുണ്ട്. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരതിലേറെ എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ചുവിൻ്റെയും ഹരിയുടെയും കൂടെ ഞാനിങ്ങനെ ഇടയ്ക്ക് യാത്ര പോകാറുണ്ട്. ഇവിടെ അടുത്തുള്ള കടകളിലേക്ക് അല്ലെങ്കിൽ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അവരുടെ കൂടെ ഞാനിങ്ങനെ ഒരു യാത്ര പോകാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ വലിയൊരു സന്തോഷം ഉണ്ടായി. എന്താണെങ്കിൽ ഞാനിങ്ങനെ കുട്ടികളുടെ അടുത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, എവിടേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു യാത്ര പോകണം, എനിക്കൊരു സർപ്രൈസ് ആയിരിക്കണം, ഏതാണ് സ്ഥലം എന്നുള്ളത് അമ്മയ്ക്ക് സർപ്രൈസ് ആയിരിക്കണം എന്ന്. പെട്ടെന്ന് ഒരു ദിവസം അച്ചു പറഞ്ഞു, അമ്മ നാളെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്, അമ്മ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ അവനോട് ചോദിച്ചു, ഏതാണ് സ്ഥലം? അവൻ പറഞ്ഞു, അമ്മ സർപ്രൈസ് ആണ്, ഞാൻ പറയുന്നില്ല, അമ്മ 2 മണിക്ക് റെഡി ആയിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവൻ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ചെറിയ കുട്ടിയായി മാറി. ഞാൻ അവനോട് പറഞ്ഞു, അപ്പം നാളെ അമ്മയാണ് കുട്ടി, അച്ചുവാണ് എൻ്റെ അമ്മ അല്ലേ ചോദിച്ചു. അങ്ങനെ ഒരു സന്തോഷം നിറഞ്ഞ ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ അച്ചുവിൻ്റെ കൂടെ ഒരു യാത്ര പോവുകയാണ്. അമ്മക്കുട്ടിയും അച്ചുവും. ഹരിക്കുട്ടനെ ഈ സമയത്ത് മിസ് ചെയ്യുകയാണ്. കാരണം ഹരി നാട്ടിൽ പോയിരിക്കുകയാണ് വെക്കേഷൻ ആയതുകൊണ്ട്. ആദ്യം അച്ചുവിൻ്റെ കോളേജിലേക്കാണ് ഞങ്ങൾ പോയത്. ദ യൂണിവേഴ്സിറ്റി ഓഫ് കരോലിന ഷാർലറ്റ് ക്യാമ്പസ്, UNC ഷാർലറ്റ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ കോളേജിനകത്തേക്ക് പോകുന്നത്. ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് മനസ്സിൽ. നല്ല ഹാപ്പിയാണ് അച്ചുവും. കാരണം ഞാനാണല്ലോ ഇന്ന് അച്ചുവിൻ്റെ കുട്ടി. ക്യാമ്പസിനകത്തുള്ള കഫേയാണ് നമ്മളിവിടെ കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മെഡിസിൻസ് എടുക്കാം. നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം, മരങ്ങളും കിളികളും എല്ലാം. ഞാനിങ്ങനെ അച്ചുവിന് വീഡിയോ എടുക്കുന്ന സമയത്ത് അച്ചു പറയുമായിരുന്നു, ഇന്ന് അമ്മയുടെ ഡേ ആണ്, ഞാൻ അമ്മയെ വീഡിയോ എടുക്കാം. എന്നാൽ ശരിയെന്ന് ഞാനും അവിടെ അങ്ങനെ നിന്നു കൊടുത്തു. കോളേജിൻ്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം ഞങ്ങൾ അങ്ങനെ കണ്ടു. There has never been, nor will there ever be, anything quite so special as the love between the mother and her son. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇനി ഷാർലറ്റ് ഡൗൺ ടൗണിലേക്ക് മെട്രോ ട്രെയിനിൽ ഒരു യാത്ര. സത്യം പറഞ്ഞാൽ ഇവിടെ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ട്രിപ്പ്. ഇതാണ് അച്ചുവിൻ്റെ സമ്മാനം, സർപ്രൈസ്. സ്റ്റേഷനെത്തിയപ്പോഴാണ് എനിക്ക് ഇതറിഞ്ഞത്. ഞാനിങ്ങനെ അച്ചൂട്ടനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയിലെ അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഇങ്ങനെ ചോദിക്കുകയാണ്. കുറേ ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു അന്നത്തെ ദിവസം. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണ്. അച്ചു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അച്ചുവിന് ഇവിടെ ഫ്രീ ആണ്. എനിക്കുള്ള ടിക്കറ്റ് എടുത്തു. അങ്ങനെ ട്രെയിൻ എത്തി. അമ്മക്കുട്ടിയും മോനും വളരെ ഹാപ്പിയായി ഒരു യാത്ര. വീണ്ടും ചോദിച്ചു, നമ്മൾ എവിടേക്കാ അച്ചൂട്ടാ? മറുപടിയായി അച്ചൂട്ടൻ പറഞ്ഞു, അമ്മ സർപ്രൈസാണ്. നോഡ 36th സ്ട്രീറ്റ് എത്തി. ഇവിടെ ഇറങ്ങാമെന്ന് അച്ചു പറഞ്ഞു. ആദ്യമായാണ് ഈ സ്ഥലം കാണുന്നത്. ഒരു ചെറിയ ടൗൺ. ഇവിടുത്തെ കെട്ടിടങ്ങളിലൊക്കെ ഗ്രാഫിറ്റി ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു അത് കാണുവാൻ. അങ്ങനെ അച്ചു എന്നെ ഒരു ഫ്രഞ്ച് പേസ്ട്രി ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നല്ലൊരു ആംബിയൻസ് ആണ് അതിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഫ്രഞ്ച് വിഭവങ്ങൾ, സ്വീറ്റ്സ്, പേസ്ട്രീസ്, ബിസ്ക്കറ്റ്സ് എല്ലാം.
വീണ്ടും ഞങ്ങൾ ട്രെയിനിൽ ഡൗൺ ടൗണിലേക്ക് പോയി. നടന്ന് അമ്മക്കുട്ടിക്ക് ആകെ ടയേർഡായി തുടങ്ങി. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. അച്ചുക്കുട്ടൻ്റെ കൂടെയുള്ള ഈ ഒരു യാത്ര എനിക്ക് നൽകിയ സന്തോഷത്തിന് അളവില്ലാത്തതായിരുന്നു. The most beautiful in the world is, of course, the world itself. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ച ഈ ഭൂമി തന്നെയാണ്. വാലസ് സ്റ്റീവൻസിൻ്റെ വാക്കുകളാണിത്. ഒരു സാഹസം നടത്തിയ പോലെയാണ് ഞങ്ങളന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഫുൾ ഹാപ്പി.